ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു മാമ്പഴ പുളിശ്ശേരിയാണ് പരിചയപ്പെടാൻ പോകുന്നത്. നല്ല തിക്കായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാമ്പഴ പുളിശ്ശേരിയാണ്. നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കറിയാണിത്. അപ്പോൾ ഇതിപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും മാങ്ങയൊക്കെ കിട്ടുന്ന സമയത്ത് ട്രൈ ചെയ്ത് നോക്കാം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഫ്രീ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് മാങ്ങ വേണം. ഞാൻ മാങ്ങയുടെ തൊണ്ടെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 3/4 കിലോ 1 കിലോൻ്റെ അടുത്ത് മാങ്ങ എടുത്തിട്ടുണ്ട്. നമ്മളെപ്പോഴും മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ നേരത്ത് ചെറിയ മാങ്ങ എടുക്കാൻ നോക്കുക. കിട്ടുവാണെങ്കിൽ അത് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് നല്ല ടേസ്റ്റ്. ചന്ദ്രക്കാര മാങ്ങയൊക്കെയാണ് നമ്മൾ ട്രഡീഷണലായിട്ട് തന്നെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാറ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് തൈരും തേങ്ങയാണ്. തൈര് ഞാൻ ഇവിടെ നന്നായിട്ട് മിക്സിയിൽ അടിച്ചു വെച്ചേക്കുവാണ്. പിന്നെ തേങ്ങ വേണ്ടത് നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അപ്പോൾ നമുക്ക് മാങ്ങയുടെ അനുസരിച്ചിട്ട് തേങ്ങ എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഞാൻ 2 ടേബിൾ സ്പൂൺ ശർക്കര പാനി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര യൂസ് ചെയ്യാം. ഞാൻ പഞ്ചസാരയും യൂസ് ചെയ്ത് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇത് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ 1 ടീസ്പൂൺ ഉലുവ, 1.5 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ നല്ല ജീരകം, ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, വറ്റൽമുളക്, ചെറിയ ഉള്ളി, എരിവിനനുസരിച്ചിട്ട് പച്ചമുളക്, പിന്നെ ഒരു വെളുത്തുള്ളി, 1-2 അല്ലി വെളുത്തുള്ളി, ഒരുപാട് ആവണ്ട കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മാങ്ങ വേവിച്ചെടുക്കണം. ഞാനപ്പോൾ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പച്ചമുളകും കീറിയിട്ടിട്ട് ആദ്യം നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ പച്ചമുളക് ചേർക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ എരിവ് കുറവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ 4 ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂൺ ഞാൻ ഇപ്പോൾ ചേർക്കുന്നില്ല, 3/4 ടീസ്പൂൺ ഞാൻ ചേർക്കുന്നുള്ളൂ. 1/2 ടീസ്പൂൺ ഞാൻ വറവിടുന്ന സമയത്താണ് ചേർക്കുന്നത്. കറിവേപ്പില, 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് മൂടി വെക്കാം. മൂടി വെക്കുമ്പോൾ മാങ്ങ അടി പിടിക്കാതെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് മാങ്ങ വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. തേങ്ങ നിങ്ങളുടെ ഗ്രേവിക്ക് അനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 2-3 ചെറിയ ഉള്ളി, ഒരു 1-2 വെളുത്തുള്ളി ചെറുതായിരിക്കണം കേട്ടോ. പിന്നെ ഒരു 2-3 കറിവേപ്പില, 1 ടീസ്പൂൺ നല്ല ജീരകം കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് തേങ്ങയുടെ ഒപ്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കാം നമുക്ക്. അപ്പോൾ പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് തേങ്ങയുടെ ഒപ്പം വെള്ളം ഒഴിക്കാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മാങ്ങ ഇവിടെ ഏകദേശമൊക്കെ പകുതി വേവായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കുന്നവർ അവസാനം പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മാങ്ങയുടെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ശർക്കര പാനി എടുക്കണം. ഈ സമയത്ത് നമുക്ക് ഒരു 2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അടിച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് തേങ്ങയൊന്നും ചേർത്തിട്ട് ഒരുപാട് വെട്ടി തിളപ്പിക്കുകയൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ തൈര് കുറച്ച് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ തൈര് ഒഴിച്ചിട്ട് നമ്മുടെ പുളിക്ക് അനുസരിച്ചിട്ട് ബാക്കി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നിങ്ങൾ പുളിയൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ബാലൻസ് വേണമെങ്കിൽ പിന്നീട് ഒഴിച്ച് കൊടുക്കുക. കാരണം പുളിയും എരിവും മധുരമൊക്കെ കറക്റ്റ് ആയാലാണ് നമ്മുടെ ഈ കറി നല്ല ടേസ്റ്റായിട്ട് വരുള്ളൂ. തൈര് ഒഴിച്ചതിന് ശേഷം തിളപ്പിക്കരുത്. നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിന് ഉപ്പും കൂടി ചേർക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ കറിയുടെ തിളച്ച് വരാറൊക്കെ ആയിട്ടുണ്ട്. തിളപ്പിക്കരുത്. പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വറവിടണം. അപ്പോൾ വറവിടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1.5 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ടിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം. കുറച്ച് കടുക് ഞാൻ കൂടുതൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഒരു 2-3 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഞാനങ്ങനെ ചേർക്കാറില്ല, ഇടയ്ക്കൊക്കെ ചേർക്കാറുള്ളൂ. പിന്നെ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു 3-4 വറ്റൽമുളക് കരിഞ്ഞൊന്നും പോകാതെ നോക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ അല്ല 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കാം. നമുക്കിനി കറിയിലേക്ക് വറവിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു മൂടി വെച്ച് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇളക്കേണ്ട ആ സ്മെല്ലൊക്കെ കറിയിൽ ഫുള്ളായിട്ട് പിടിക്കട്ടെ. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് ഇത് ഇളക്കിയിട്ട് സെർവ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല തിക്കായിട്ട്, ഒരുപാട് അങ്ങ് തിക്കുമല്ല എന്നാൽ ഒരു ലൂസും അല്ലാത്ത പരുവത്തിൽ നമുക്ക് ഈ കറി കിട്ടണം. ആ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ ഒപ്പം കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാവും. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഫ്രീ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ ലൈക്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. അപ്പോൾ ഇതുപോലുള്ള നാടൻ വിഭവങ്ങളുമായി വീണ്ടും വരുന്നതാണ്. ഓക്കെ, ബൈ, താങ്ക് യു.